മീനാസ് കുചീന. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയായ ഒരു പപ്പട തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യമായി ഈ തോരൻ ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്കായി ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം 6 വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം 3 പച്ചമുളക്. ഇത് ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ പപ്പടത്തോരൻ്റെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അരപ്പ് കടുക് വറുക്കുന്നതിലേക്ക് കടക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2-3 ഉണക്കമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ശ്രദ്ധിച്ച് ചേർക്കുക. പപ്പടത്തിന് ഉപ്പുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് ചെറു തീയിൽ നമുക്ക് ഈ അരപ്പ് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പപ്പടത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ 6 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ പപ്പടം ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന പപ്പടം കുറേശ്ശെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം ഈ എണ്ണയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് അതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പടവും അരപ്പും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പടത്തിൻ്റെ പകുതി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പപ്പടം പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷിക്കുന്ന പപ്പടം നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടേസ്റ്റി പപ്പടത്തോരൻ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.